ഹായ് എവറി വൺ, വെൽക്കം ടു എ ന്യൂ ലൈവ് സെഷൻ. അപ്പം നിങ്ങളുടെ എക്സാം കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിയാനായിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറാണ് BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എല്ലാവരും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പം ഇതുവരെയുള്ള എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഈ ഒരു ലൈവ് സെഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്കസ് ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദി അറൈസ് ഫ്രം ദി കോൺസെപ്റ്റ് ഓഫ് സ്കേർസിറ്റി എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഒരു എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്? എന്താണ് അത്? ആ ഒരു സ്കേർസിറ്റിയുടെ കോൺസെപ്റ്റില് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ദ ബേസിക് പ്രോബ്ലം ഓഫ് എവറി എക്കണോമി ഈസ് സ്കേർസിറ്റി ആണ്. അതായത് ഒരു എക്കണോമിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സ്കേർസിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് ആൻഡ് കീപ് ഇൻക്രീസിംഗ് ബട്ട് റിസോഴ്സസ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ടൈം ആർ ലിമിറ്റഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറൻസ് ഓഫ് വേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ വൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ എല്ലാവരും എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അല്ലെ. പക്ഷെ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അത് പറയുന്നുണ്ട് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് ആൻഡ് കീപ് ഇൻക്രീസിംഗ് ബട്ട് റിസോഴ്സസ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ടൈം ആർ ലിമിറ്റഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് എന്താണ് ഡിഫറൻസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Okay, because resources are scarce, every economy must make choices about how to use them efficiently. These choices give rise to the central problem of an economy. അപ്പോൾ ഒരു എക്കണോമിയുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നതും ഇതാണ്. എന്ത്? നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ആ ഒരു സ്കേർസിറ്റിയുടെ മൂലം അല്ലെ, അതിന്റെ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പക്ഷേ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താണ്? സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻ എക്കണോമി കനോട്ട് പ്രൊഡ്യൂസ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. But therefore, it must decide which goods and services should be produced, how much of each good should be produced. അതാണ് മെയിൻ ആയിട്ടും ഈ ഒരു വാട്ട് ടു പ്രൊഡ്യൂസിൽ പറയുന്നത് അല്ലെ. അതായത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, പക്ഷെ എക്കണോമിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും ആ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനനുസരിച്ച് നമുക്ക് എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ആവുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്താണ് ഫുള്ളി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എന്തൊക്കെയാണ്, ആൻഡ് ഹൗ മച്ച് ഓഫ് ഈച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്, എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. അതൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിയിൽ ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് പറയുന്നതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൊഡ്യൂസിങ് മോർ കൺസ്യൂമർ ഗുഡ്സ് മേ മീൻ പ്രൊഡ്യൂസിങ് ഫ്യൂവർ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പൊ ഏതൊക്കെ ഗുഡ്സ് എത്രത്തോളം ക്വാണ്ടിറ്റീസിൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു മെയിൻ സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് പറയുന്നത് എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. This problem relates to the choice of production technique. Producers have to decide whether to use labor intensive method, capital intensive method. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ആ ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക്, ഏത് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മറ്റൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ലേബർ ഇന്റൻസീവ് മെത്തേഡ്സ് പറയുന്നുണ്ട്, കൂടുതൽ ലേബേഴ്സിനെ യൂസ് ചെയ്യുക ആൻഡ് കുറഞ്ഞ മെഷീനറി യൂസ് ചെയ്തുകൊണ്ട് ഒരു ലേബർ ഇന്റൻസീവ് മെത്തേഡ് ആണോ നമ്മൾ ചൂസ്
ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ് പറയുന്നുണ്ട്. അതായത് കൂടുതൽ മെഷീനറി യൂസ് ചെയ്യുക ആൻഡ് കുറഞ്ഞ ലേബേഴ്സിനെ യൂസ് ചെയ്യുക. അപ്പൊ ഏത് തരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ബെറ്റർ യൂട്ടിലൈസേഷൻ അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ മറ്റൊരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മാക്സിമം എഫിഷ്യൻസിയിൽ നമ്മൾ എന്താണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എല്ലാ ഓർഗനൈസേഷന്റെയും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്, അത് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ മറ്റൊരു പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലെ, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോബ്ലം കൺസേൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എമംഗ് പീപ്പിൾ. ആൻഡ് എക്കണോമി മസ്റ്റ് ഡിസൈഡ് ഹൂ വിൽ റിസീവ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആർക്കൊക്കെയാണ് അത് അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത് റിസീവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ആ ഒരു പ്രോബ്ലം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഹൗ നാഷണൽ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ മാർക്കറ്റ് എക്കണോമി. ഡിസ്ട്രിബ്യൂഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ ഇൻകം ആൻഡ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പൊ ഈ ഒരു മാർക്കറ്റ് എക്കണോമിയിൽ മെയിൻ ആയിട്ടും ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും? ആളുകളുടെ ഇൻകം, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഓഫ് റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഗുഡ്സ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതും എന്താണ് ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞുള്ളത്? വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെ, എന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് ഏത് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് വാട്ട് ടു പ്രൊഡ്യൂസിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് പറയുന്നുണ്ട്, അതായത് ഏത് പ്രൊഡക്ഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആണ്, നമ്മൾ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതൊന്നും ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ദ പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് പ്രസന്റ് ടൈമിൽ നമ്മളത് കൺസ്യൂം ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് നമ്മളത് സേവ് ചെയ്യുന്നുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിസൈഡ് ചെയ്യണം. എവറി എക്കണോമി ഹാസ് ടു ഡിസൈഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ്സ് ഇൻകം ഷുഡ് ബി. അതായത് അവരുടെ ആ ഒരു ഇൻകം, ഒരു എക്കണോമിയുടെ ഇൻകം അവർ കൺസ്യൂം ചെയ്യുകയാണോ, ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്നുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കണം. അപ്പൊ അതും ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഹയർ സേവിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് വിച്ച് ഇൻക്രീസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ആണ്. ഇപ്പൊ ഫ്യൂച്ചറിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സേവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി കാര്യങ്ങൾ നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാനും ആൻഡ് എക്കണോമിക് ഗ്രോത്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് ആണ്. അപ്പൊ എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈഡ് ഹൗ ടു അലോക്കേറ്റ് റിസോഴ്സസ് ബിറ്റ്വീൻ. നമുക്ക് റിസോഴ്സ് എന്താണ് രണ്ട് രീതിയിൽ അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പ്രൈവറ്റ് ഗുഡ്സ് ആയിട്ട് അതുപോലെ തന്നെ പബ്ലിക് ഗുഡ്സ് ആയിട്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, വിച്ച് ആർ കൺസ്യൂംഡ് ഇൻഡിവിജ്വലി ആൻഡ് പെർച്ചേസ്ഡ് ത്രൂ ദി മാർക്കറ്റ് ആണ്. അപ്പൊ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലൂടെ പെർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളായിരിക്കും പ്രൈവറ്റ് ഗുഡ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വിച്ച് ആർ അവൈലബിൾ ടു എവറി വൺ സച്ച് ആസ് നാഷണൽ ഡിഫൻസ്, സ്ട്രീറ്റ് ലൈറ്റിംഗ് ആൻഡ് പബ്ലിക് പാർക്കാണ്. നമുക്ക് എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരു എക്കണോമിയുടെ പാർട്ടാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് പബ്ലിക് ഗുഡ്സ്. അപ്പൊ ആ ഒരു ചോയ്സ്, ആ ഒരു പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് എന്നുള്ള ആ ഒരു ചോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് പറയുന്നു. ആൻഡ് മെറിറ്റ് ഗുഡ്സ് ആണ്. An economy must also decide how much to produce goods and services that are beneficial to society, even people do not demand them sufficiently. ഇപ്പോൾ ആളുകൾക്ക് എന്തായിരിക്കില്ല, ചിലപ്പോൾ ഡിമാൻഡ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് മെറിറ്റ് ഗുഡ്സിന് എക്സാമ്പിൾ പറയുന്നതാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ അല്ലെ.
എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും അത് ഡിമാൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കില്ല അല്ലെ. ചില ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൽസറി ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പറയുന്നുണ്ട്, വാക്സിനേഷൻ, സാനിറ്റേഷൻ സർവീസസ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആളുകള് പീപ്പിൾസ് അത് സഫീഷ്യന്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു ബെനഫിറ്റ്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതെ, അതാണ് മെറിറ്റ് ഗുഡ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഡിസ്കസ് ദി സെൻട്രൽ പ്രോബ്ലംസ് ആൻഡ് എക്കണോമി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ അറൈസസ് ഫ്രം ദി കോൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ബേസിക് ആ ഒരു എക്കണോമിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, സ്കേഴ്സിറ്റി ആണ് അല്ലെ. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു സെൻട്രൽ പ്രോബ്ലം മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നത്, ഒക്യൂർ ചെയ്യുന്നത്. അപ്പൊ മെയിൻ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, അതുപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, ദെൻ ഫോർ ഹും ടു പ്രൊഡ്യൂസ് പറയുന്നുണ്ട്, ആൻഡ് ദ പ്രോബ്ലം ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ് ആൻഡ് മെറിറ്റ് ഗുഡ്സ് അല്ലെ. ഇതാണ് മെയിൻ ആയിട്ടും എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു എന്താണ് സ്കേഴ്സിറ്റിയുടെ ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിൽ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുന്നു, അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, വാട്ട് ആർ ഇറ്റ്സ് കീ അസംപ്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിനെ നമുക്ക് എന്താണ് PPC കർവ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ possibility curve ആണ്. Also called the production possibility frontier is a graph that show the different combination of two goods that an economy can produce by using all its available resources fully and efficiently. അപ്പോൾ ഒരു എക്കണോമിക്ക് അതിന്റെ അവൈലബിൾ ആയുള്ള അതിന് എത്രത്തോളം അവൈലബിൾ ആയുള്ള റിസോഴ്സസുകൾ ഉണ്ടോ അതെല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ എന്ത് ചെയ്യുന്നത്, ഷോക്കേസ് ചെയ്യുന്നത്. എന്താണ്, ദാറ്റ് ഷോസ് ദി ഡിഫറൻസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് that an economy can produce by using all its available resources ആണ്. അപ്പോൾ ഒരു എക്കണോമിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും എന്ത് ചെയ്യാണ്, ഫുൾ ആയിട്ടും എഫിഷ്യൻസ് ആയിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടു ഡിഫറൻസ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് അതിന്റെ അസംഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫിക്കലി ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഒരു രീതിയിൽ അല്ലെ, ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും നമുക്ക് എന്താണ് PPC വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ അസംഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ദി എക്കണോമി പ്രൊഡ്യൂസ് ഓൺലി ടു ഗുഡ്സ്. അവിടെ എന്താണ്, രണ്ട് ഗുഡ്സ് മാത്രമേ ആ ഒരു എക്കണോമിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ദി ലെവൽ ഓഫ് ടെക്നോളജി ആർ ഫിക്സഡ്. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ഗുഡ്സ് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു PPC കർവിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവൈലബിൾ ആയുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ടു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു എക്കണോമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്കണോമിക്ക് എന്താണ് അവൈലബിൾ ആയുള്ള റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ ഓറഞ്ചും മാത്രമേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഷോക്കേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ അസംഷൻസ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലി രണ്ട് ഗുഡ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസും അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നതും എന്തായിരിക്കും, ഫിക്സഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി എംപ്ലോയിഡ്. നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ആയിട്ട് നമ്മൾ അവിടെ മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഒരു തരി പോലും നമ്മൾ അവിടെ ബാക്കി വെക്കുന്നില്ല, ഫുള്ളി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് റിസോഴ്സസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം producing one good to another, but increasing the production of one good reduce the production of another ആണ്.
അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് ഒരു ഗുഡ്സിൽ നിന്നും മറ്റൊരു ഗുഡ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസോഴ്സുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്സ് ആണ്, ഇപ്പൊ രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മാംഗോസും ഓറഞ്ചും ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ ഓറഞ്ച് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാംഗോയുടെ പ്രൊഡക്ഷൻ അവിടെ കുറയുന്നുണ്ട്. അപ്പൊ അതും PPCയുടെ ഒരു അസംഷൻ ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യന്റ് ഇൻ പ്രൊഡ്യൂസിങ് ഓൾ ഗുഡ്സ് ആണ്. അപ്പൊ എല്ലാ ഗുഡ്സും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന റിസോഴ്സുകൾ എന്താണ്, ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇതാണ് അസംഷൻസ് ഓഫ് PPC ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓൺലി 2 ഗുഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്, ഇപ്പൊ ടെക്നോളജി ആയിക്കോട്ടെ റിസോഴ്സസ് ആയിക്കോട്ടെ, എന്താണ് അവിടെ ഫിക്സഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് എല്ലാ റിസോഴ്സും നമ്മൾ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗുഡ്സിന്, അല്ലെങ്കിൽ ആ ഒരു രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ അതിൽ ഒന്നിലുണ്ടാവുന്ന മാറ്റം ഒബ്വിയസ്ലി എന്താണ്, മറ്റേ ഗുഡ്സിന്റെ പ്രൊഡക്ഷനിലും ചേഞ്ചസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അസംഷൻസ് ഓഫ് PPC ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ എന്താണ്, PPC കർവ് എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് PPC ഷോക്കേസ് ചെയ്യുന്നത്. ആൻഡ് എന്താണ്, നമുക്കറിയാം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്ന് നമുക്ക് എന്താണ് ആ ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് നമുക്ക് ആ ഒരു PPC കർവിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ടു പ്രൊഡ്യൂസ് മോർ ഓഫ് വൺ ഗുഡ് ദ എക്കണോമി മസ്റ്റ് സാക്രിഫൈസ് സം ക്വാണ്ടിറ്റി ഓഫ് ദി അതർ ഗുഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഗുഡ്സ്, ഇപ്പൊ ഓറഞ്ച് അതുപോലെ തന്നെ മാംഗോ ഉണ്ടാവുന്ന സമയത്ത് ഓറഞ്ച് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാംഗോയുടെ പ്രൊഡക്ഷൻ അവിടെ കുറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ആ ഒരു ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നുള്ള ആ ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദെൻ കോൺകേവ് ടു ഒറിജിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും അല്ലെ അതിന്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺകേവ് ടു ഒറിജിൻ ആണെന്ന് പറയുന്നുണ്ട്. PPC ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ ബിക്കോസ് ഓഫ് ദി ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് transformation. This means that producing additional units of one goods require sacrificing increasingly large amount of the other goods ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് തന്നെ എന്താണ്, ഒരു ഗുഡ്സ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ ഗുഡ്സ് നമ്മൾ അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺകേവ് ടു ഒറിജിൻ ആണ് അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PPC ആയിട്ട് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അതുപോലെ തന്നെ കോൺകേവ് ടു ഒറിജിൻ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സിഗ്നിഫിക്കൻസ് ഓഫ് PPC. എന്താണ് ഈ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് PPC ആയിട്ട് പറയുന്നത്, പോയിന്റ്സ് ഓൺ ദി കർവ് റെപ്രസെന്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ ഗ്രാഫിക്കലി അത് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു PPCയിലാണ് ആ ഒരു പോയിന്റ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ്, നമ്മൾ റിസോഴ്സസുകൾ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻസൈഡ് ദി കർവ് ആണ് എന്നുണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ആണ്. അപ്പൊ ആ ഒരു ഇൻസൈഡ് ദി കർവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, കുറഞ്ഞ രീതിയിൽ മാത്രമേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് എ പോയിന്റ് ഔട്ട്സൈഡ് ദി കർവ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, കനോട്ട് ബി അച്ചീവ്ഡ് വിത്ത് ദി കറന്റ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. അപ്പൊ ഔട്ട്സൈഡ് ദി കർവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കറന്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് PPC ഷോസ് എക്കണോമിക് ഗ്രോത്ത് വിച്ച് ഒക്യൂർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ റിസോഴ്സസ് ഓർ ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജിയാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ യൂഷ്വലി നമ്മുടെ PPC ഇതുപോലുള്ള ഒരു കർവാണ്. ആൻഡ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് കാര്യങ്ങൾ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ഓക്കെ, അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് PPC ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പൊ നമ്മൾ രണ്ട് പേരും നോട്ട് ചെയ്ത് വെക്കുക, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് PPC ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ രണ്ട് രീതിയിലും നമ്മൾ അതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താണ് ഒരു എക്കണോമിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആൻഡ് ടെക്നോളജീസുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിഫറൻസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. ഡിഫറൻസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് ഷോക്കേസ് ചെയ്യുന്ന ആ ഒരു കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ദെൻ കോൺകേവ് ടു ഒറിജിൻ ആണെന്ന് പറഞ്ഞു, ദെൻ എന്ത് ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കൻസ് ഓഫ് PPC എന്താണെന്നുള്ളതും പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദി ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രൈസ് എഫക്ട് ബൈ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്റ്റ് അല്ലെ. അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അതിന്റെ പ്രൈസ് എഫക്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് when the price of a commodity falls, its quantity demanded increases. നമുക്കറിയാം ഡിമാൻഡ് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പ്രൈസ് അല്ലെ, അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് അല്ലെ, ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, when the price of a commodity falls, ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് വൈസ് വേഴ്സയാണ്, പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിമാൻഡ് കുറയുന്നുണ്ട്. ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് when the price of a commodity falls, its quantity demanded increases, and when the price rises, its quantity demanded decreases. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയുന്നു, ആൻഡ് ഡിമാൻഡ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ലോ ഓഫ് ഡിമാൻഡിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് പ്രൈസ് എഫക്ട്. ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മൂലം അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈസ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈസ് എഫക്ട് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പ്ലസ് ഇൻകം എഫക്റ്റ് ആണ്. അപ്പൊ പ്രൈസ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് എങ്ങനെയാണ് ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു മാംഗോ അല്ലെ, മാംഗോയുടെ വില കുറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഇനി പ്രൈസ് കൂടുകയാണെങ്കിലോ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും വാങ്ങുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പോൾ അതാണ് ഈ ഒരു പ്രൈസ് എഫക്ട് ആൻഡ് ലോ ഓഫ് ഡിമാൻഡിൽ മെയിൻ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് when the price of a good falls പറയുന്നുണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത്. അതായത് the goods become cheaper compared to other similar goods, therefore consumer buy more of the cheaper good and less of its substitute. For example, if the price of mangoes falls while other fruits remain expensive, consumer buy more mangoes. അപ്പം മാംഗോയുടെ വില, അതുപോലെ തന്നെ മാംഗോ ഉണ്ട്, ആപ്പിളിനുണ്ട് അല്ലെ. ആപ്പിളിന് നമുക്ക് 100 രൂപയാണ് ആൻഡ് മാംഗോക്ക് അവിടെ 50 രൂപയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണയായിട്ട് ആളുകൾ പ്രൈസ് കുറവുള്ള ആ ഒരു ഫ്രൂട്ട്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാവരും അതുപോലെ ആവണമെന്നില്ല, ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യുന്നുണ്ട്, ഗുഡ് ബിക്കം ചീപ്പർ കമ്പയർഡ് ടു അതർ സിമിലർ ഗുഡ്സ് ആണ്. മറ്റ് ഗുഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ചീപ്പ് പ്രൈസിൽ നമുക്കത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബൈ മോർ ഓഫ് ദി ചീപ്പർ ഗുഡ്സ്. ആ ഒരു ചീപ്പർ ഗുഡ്സ് ആയിരിക്കും കൺസ്യൂമേഴ്സ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, വാങ്ങുന്നുണ്ടായിരിക്കും അല്ലെ. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇഫ് ദ പ്രൈസ് ഓഫ് മാംഗോസ് ഫാൾസ് വൈൽ അതർ ഫ്രൂട്ട്സ് റിമൈൻ എക്സ്പെൻസീവ്, കൺസ്യൂമർ ബൈ മോർ മാംഗോസ്.
ഇപ്പൊ രണ്ട് പ്രൊഡക്റ്റിന്റെയും പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് മറ്റൊരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ പറയുന്നത്. ആൻഡ് ഇൻകം എഫക്റ്റ് പറയുന്നുണ്ട് എന്താണ്, എ fall in price increases the consumer's real purchasing power because the same income can now buy more goods. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് കാര്യങ്ങൾ, ഇപ്പൊ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എ fall in price increases the consumer's real purchasing power ആണ്. ആ ഒരു റിയൽ പർച്ചേസിംഗ് പവർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് സെയിം ഇൻകം ക്യാൻ നൗ ബൈ മോർ ഗുഡ്സ് ആണ്. അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സെയിം ഇൻകം യൂസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ആപ്പിൾ falls from 20 to 10, you can buy 10 ആപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് 5 with the same 100 ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 100 റുപ്പീസ് ഉണ്ട്. അപ്പൊ ആപ്പിളിന്റെ വില 50 രൂപയാണ് എന്നുണ്ടെങ്കിൽ, അതായത് കിലോയ്ക്ക് 50 രൂപയാണ് എന്നുണ്ടെങ്കിൽ 100 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 കിലോന് അവിടെ പർച്ചേസ് ചെയ്യും അല്ലെ. ആൻഡ് ആപ്പിളിന്റെ വില എന്ത് ചെയ്യാണ്, കുറയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 20 റുപ്പീസ് ആയിട്ട് കുറയുന്നുണ്ട്. 20 റുപ്പീസ് ആയിട്ട് കുറയുന്ന സമയത്ത് ഈ ഒരു 100 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ 5 kg നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ഇൻകം യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ സെയിം ഇൻകം യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ പ്രൊഡക്റ്റുകളെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതിനെയാണ് ഇൻകം എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഇൻകം എഫക്റ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് എഫക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ വൈസ് വേഴ്സ, പ്രൈസ് എന്താണ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അതെന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് എന്താണ് ഇൻകം എഫക്റ്റ് എന്നുള്ള കാര്യങ്ങളും നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് അതുപോലെ തന്നെ പ്രൈസ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഡിഫൈൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് അഫക്ട് ദി ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഇസ് എ സിറ്റുവേഷൻ വേർ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ദി ക്വാണ്ടിറ്റി സപ്ലൈ. അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈക്ക് ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയാറുള്ളത്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദർ ഈസ് നെയ്തർ എക്സസ് ഡിമാൻഡ് നോർ എക്സസ് സപ്ലൈ ഇൻ ദി മാർക്കറ്റ്. അപ്പൊ ആ ഒരു പോയിന്റിൽ നമുക്ക് അവിടെ കൂടുതലായിട്ടുള്ള ഡിമാൻഡോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സപ്ലൈസോ കാര്യങ്ങളോ വരുന്നില്ല. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിക്കലി ഇക്വിലിബ്രിയം ഈസ് ഷോൺ അറ്റ് ദി പോയിന്റ് വേർ ദ ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈ കർവ് ഇന്റർസെക്ട്. അപ്പൊ ഡിമാൻഡ് കർവും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സപ്ലൈ കർവും എന്ത് ചെയ്യാണ്, ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. And this point is called the equilibrium point and the corresponding price and quantity are called equilibrium price and equilibrium quantity. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് നോക്കൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് പറയുന്നത്. ഇപ്പൊ ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനാണ്. അതുപോലെ തന്നെ സപ്ലൈ എന്ന് പറയുന്നത് റെഡ് ലൈൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രണ്ട് ലൈൻസുകളും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്സ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൂടുതലായിട്ട് ഡിമാൻഡോ അല്ലെങ്കിൽ കൂടുതലായിട്ട് സപ്ലൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് ആ ഒരു പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ വരുന്ന പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും ആൻഡ് ആ ഒരു പോയിന്റിലേക്ക് വരുന്ന ക്വാണ്ടിറ്റിയെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക്
പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കില്ല? നെയ്തർ എക്സസ് ഡിമാൻഡ് നോർ എക്സസ് സപ്ലൈ ഇൻ ദി മാർക്കറ്റ്. ആ ഒരു പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിൽ പറയുന്നുണ്ട് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇപ്പൊ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലൈയിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ എഫക്ട്സ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ വെൻ സപ്ലൈ റിമൈൻ അൺചേഞ്ച്ഡ്. അപ്പൊ സപ്ലൈ എന്ന് പറയുന്നത് അവിടെ റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. സപ്ലൈസിൽ നമുക്ക് അവിടെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് ഡിമാൻഡ് നമ്മൾ ചേഞ്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, അതായത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് ആണ്. ഇപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിമാൻഡ് റൈറ്റ് വേർഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇക്വിലിബ്രിയം പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് സപ്ലൈക്ക് മാറ്റങ്ങളൊന്നുമില്ല, ഡിമാൻഡ് ഈ ഒരു ബ്ലൂ ലൈന് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രീൻ ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസും കൂടി, അതുപോലെ തന്നെ ഡിമാൻഡിലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആൻഡ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രീനും റെഡും ഇന്റർസെക്ട് ചെയ്യുന്ന പോയായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു PE-യിൽ നിന്നും P2-ലേക്ക് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ QE-യിൽ നിന്നും Q2-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഡിമാൻഡ് നമ്മൾ അപ്വേർഡ് അല്ലെങ്കിൽ റൈറ്റ് വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്? പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ. അതാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും ആ ഒരു ഗ്രാഫായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൽ പറയുന്നുണ്ട് എന്താണ്? ഡിഗ്രീസ് ഇൻ ഡിമാൻഡ് ആണ്. ഓക്കെ, ഡിഗ്രീസ് ഇൻ ഡിമാൻഡ് പറയുന്നുണ്ട്. അത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് ആണ്. അപ്പൊ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് വേർഡ് ആവുന്ന സമയത്ത്, ഓക്കെ, അപ്പൊ ആ ഒരു ലെഫ്റ്റ് വേർഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എങ്ങനെയായിരിക്കും ആ ഒരു ഡിമാൻഡ് കർവിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിമാൻഡ് ഇപ്പൊ ആ ഒരു ബ്ലൂ ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ താഴോട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അതാണ് ഡിഗ്രീസിങ് ഡിമാൻഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഗ്രീസിങ് ഡിമാൻഡ് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രൈസ് മാറ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പോയിന്റിലും മാറ്റം വരുന്നുണ്ട്, ആൻഡ് നമ്മുടെ ക്വാണ്ടിറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഓവർ വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസ് ആണോ ചോദിക്കുന്നത്? അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ആ ഒരു ചേഞ്ച് ഇൻ ഡിമാൻഡിലായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും, ആൻഡ് ഡിമാൻഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കത് എന്തായാലും നമ്മുടെ ചാനലിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ ഒരു റെസ്പോൺസ് ആണ് കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം കേട്ടോ. വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രീസ് ഇൻ ഡിമാൻഡ്സ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് ആ ഒരു ഗ്രാഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ആണ് പറയുന്നത്. ഓക്കെ, എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? വെൻ ഡിമാൻഡ് റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ ഡിമാൻഡിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് മാറ്റങ്ങള് കാര്യങ്ങളും ഒന്നും ഇല്ല. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അവിടെ ആ ഒരു സപ്ലൈസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ. അതാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്ലോഡ് ചെയ്യൂ മാം, റിക്വസ്റ്റ് ആണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ടെൻഷൻ ആവണ്ട. ദെൻ ഇപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ എന്താണ്? എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ സപ്ലൈ ആണ് പറയുന്നത്. വെൻ ഡിമാൻഡ് റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇൻക്രീസ് ഇൻ സപ്ലൈ, അതായത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവ് പറയുന്നുണ്ട്. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് ഡിക്രീസസ് വൈൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇക്വിലിബ്രിയത്തില് മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇൻക്രീസ് ഇൻ സപ്ലൈ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ
നോക്കൂ, ആ ഒരു റെഡ് ലൈൻ ആയിരുന്നു നമ്മുടെ സപ്ലൈയുടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു റെഡ് ലൈൻ നമ്മൾ എന്താണ് ഓറഞ്ച് ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സപ്ലൈ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്, റൈറ്റ് വേർഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ. ഈ ഒരു പോയിന്റ്സ് ആയിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, PE എന്നുള്ള പ്രൈസ് നമ്മൾ P2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ QE എന്നുള്ള പ്രൈസ് നമ്മൾ എന്താണ് Q2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസിലും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്, അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇൻക്രീസ് ഇൻ സപ്ലൈ ആയിട്ട് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അവിടെ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ ആണെങ്കിലോ, അപ്പൊ സപ്ലൈയിൽ ഇനി അവിടെ എന്ത് ചെയ്യാണ്, ഒരു ഡിക്രീസ് കാര്യങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഗ്രാഫ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണോ നമ്മൾ ഇൻക്രീസ് ഇൻ സപ്ലൈയിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഡിക്രീസ് ഇൻ സപ്ലൈ ആയിട്ട് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ വൈൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഡിക്രീസ് ഇൻ സപ്ലൈ ആയിട്ട് പറയുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ടു സപ്ലൈ കർവ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു സപ്ലൈന്റെ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ മെയിൻ ആയിട്ടും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സപ്ലൈ ആൻഡ് എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആയിട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ വേർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ദി ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അപ്പൊ ആ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി സപ്ലൈന് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എക്സസ് ആയുള്ള ഡിമാൻഡോ അല്ലെങ്കിൽ എക്സസ് ആയുള്ള സപ്ലൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഗ്രാഫാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിലും അതുപോലെ തന്നെ സപ്ലൈയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ എങ്ങനെ ഡിഫറൻസസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് പറയുന്നത്? എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the law of diminishing marginal utility is one of the fundamental law of consumer behavior. കൺസ്യൂമർ ബിഹേവിയറിന്റെ ഒരു ഫണ്ടമെന്റൽ ലോ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് പറയാം. ആൻഡ് it explains how the satisfaction obtained from consuming a commodity changes as consumption increases. Okay, അപ്പോൾ it explains how the satisfaction obtained from consuming a commodity changes as consumption increases. അപ്പൊ ആ ഒരു കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമോഡിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ആൻഡ് how the satisfaction obtained from consuming a commodity changes as consumption increases ആണ്. അപ്പൊ ആ ഒരു കമോഡിറ്റിയുടെ കൺസംഷൻസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, when a consumer consume more and more units of the same commodity continuously, the satisfaction obtained from each additional unit gradually decreases. ഇപ്പൊ നമ്മളൊരു കൺസ്യൂമർ, ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്സ് ഓഫ് സെയിം കമോഡിറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങുന്ന ഓരോ ആ ഒരു അഡീഷണൽ യൂണിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഗ്രാജുവലി എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ട് വരാം. Okay, the first unit give the highest satisfaction, the second unit give less satisfaction than first one, and the third gives still less, and so on.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. സപ്പോസ് എ പേഴ്സൺ ഈസ് വെരി തേഴ്സ്റ്റി ആൻഡ് സ്റ്റാർട്ട് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ ഇങ്ങനെ നല്ലോണം ദാഹിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ദ ഫസ്റ്റ് ഗ്ലാസ് പ്രൊവൈഡ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നമുക്ക് ആ ഒരു അത്രത്തോളം ദാഹിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഫസ്റ്റ് അല്ലെ ഒരു ഗ്ലാസ് നമുക്ക് ഒരു വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മതിയാവോളം ആ ഒരു ഗ്ലാസ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ ആ ഒരു ദാഹം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അത് അവിടെ ശമിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ. ആൻഡ് ദ സെക്കൻഡ് ഗ്ലാസ് ഓൾസോ പ്രൊവൈഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നല്ല ദാഹിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഗ്ലാസ് ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് ഗ്ലാസ് കുടിക്കുന്ന സമയത്തും നമുക്ക് എന്താണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് പിന്നീടും നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പിന്നീട് നമുക്ക് കിട്ടും ഇല്ല, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയായിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ആസ് മോർ ഗ്ലാസസ് ആർ കൺസ്യൂംഡ് ദ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂ ടു ഡിക്ലൈൻ. അപ്പൊ എത്രത്തോളം അഡീഷണൽ ആയിട്ട് നമുക്ക് ഗ്ലാസ് ഓഫ് വാട്ടർ കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഗീവ്സ് ദി ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ്, ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. ആൻഡ് സെക്കൻഡ് യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റിനേക്കാൾ കുറഞ്ഞൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം നമ്മുടെ ദാഹം ഏകദേശം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ശമിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡ് സെക്കൻഡ് ഗ്ലാസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓക്കെ ആയിരിക്കും. ആൻഡ് തേർഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഓൾറെഡി നമ്മളെ ദാഹം ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് എന്താണ് അതിനെ കൊണ്ടൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ കാര്യങ്ങളോ കിട്ടുന്നില്ല. അപ്പൊ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ നമുക്ക് യൂണിറ്റ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ ഈ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇങ്ങനെ അഡീഷണൽ യൂണിറ്റ്സ് നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല പിന്നീട് ഓരോ അഡീഷണൽ യൂണിറ്റ്സിലും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ്, ഈ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ എസംഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് എസംഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ദ കമ്മോഡിറ്റി കൺസ്യൂംഡ് ഈസ് ഹോമോജീനിയസ്. അപ്പൊ നമ്മൾ അവിടെ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും. ഹോമോജീനിയസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കമ്മോഡിറ്റി ആയിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളിങ്ങനെ കുറഞ്ഞു വരുന്നത് അല്ലെ. ആൻഡ് ദ കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ആൻഡ് ദ കൺസംഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവ് റാഷണലി. കൺസ്യൂമേഴ്സ് ഒരു റാഷണൽ തിങ്കേഴ്സ് ആയിരിക്കും, ഒരു റാഷണലി ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് മണി ഇൻകം റിമൈൻ കോൺസ്റ്റന്റ് ആണ്. ആ ഒരു മണി ഇൻകം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റിമൈൻ കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് പറയുന്നത്. അതാണ് എസംഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ഹെൽപ്പ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ ബിഹേവിയർ. നമുക്ക് ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആൻഡ് അത് അനലൈസ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോം ദി ബേസിസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ ആ ഒരു ലോ ഓഫ് ഡിമാൻഡിന്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അസിസ്റ്റ് ഫേം ഇൻ പ്രൈസിങ് ഡിസിഷൻസ് ആണ്. അപ്പൊ പ്രൈസ്, ഇപ്പൊ ഓരോ ഓർഗനൈസേഷൻസും അവർ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പ്രൈസിങ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഹെൽപ്പ് കൺസ്യൂമേഴ്സ് അലോക്കേറ്റ് ഇൻകം എഫിഷ്യൻലി ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസോഴ്സസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻകം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഫിഷ്യൻസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനൊക്കെ എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് എസംഷൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് പറഞ്ഞു. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ലോ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദി സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ് ഫ്രം കൺസ്യൂമിങ് എ കമ്മോഡിറ്റി ചേഞ്ചസ് ആസ്
കൺസംഷൻ ഇൻക്രീസസ് ആണ്. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഓരോ യൂണിറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ആ ഒരു ഡിഗ്രീസ് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്, അതിന്റെ എസംഷൻസ് കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെ, അത് ആ ഒരു എക്സാമ്പിൾ മെയിൻ ആയിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആൻഡ് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾ ആയിട്ട് എന്താണ് എഴുതാൻ പറ്റും. ഇപ്പോൾ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ല, ഒരു ബിരിയാണിയുടെ എക്സാമ്പിൾ ആയാലും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ നമ്മൾ വിശന്നിരിക്കുന്ന ഒരാളാണ്, നമ്മുടെ മുന്നിൽ ഒരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ബിരിയാണി കുറച്ചും കൂടെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ടൈം നമ്മൾ ഇടുന്ന സമയത്ത് നമുക്കത് ഫുള്ള് കഴിക്കാൻ പറ്റും ഇല്ല അല്ലെ. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ഒരു യൂട്ടിലിറ്റിയിൽ നമുക്ക് മെയിൻ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്, ഓരോ അഡീഷണൽ യൂണിറ്റ് ആവുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, clear?